ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖാണല്ലോ? എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് അസ്. ഇന്ന് ഞാനിവിടെ ഒരു നോൺ വെജ് ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാനായി പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ലോലിപോപ്പ് ആണ് കേട്ടോ. അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു 1/2 kg ചിക്കൻ വിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതേപോലെ ഉണ്ടാവും നമ്മുടെ ചിക്കൻ വിങ്സ്. ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഈ 1/2 kg ചിക്കൻ വിങ്സിൽ നിന്ന് എനിക്ക് 16 പീസസ് ആണ് കേട്ടോ കിട്ടാനായി പോകുന്നത്. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ 16 പീസസ് ആണ് കേട്ടോ കിട്ടാനായി പോകുന്നത്. 16 പീസ് കിട്ടും. ഇപ്പോൾ ഈ ചിക്കൻ വിങ്സ് ഇപ്പോൾ 8 പീസ് ഉണ്ട്. ഈ 8 പീസിന് രണ്ടാക്കി കട്ട് ചെയ്യുമ്പോൾ 16 പീസസ് കിട്ടും കേട്ടോ. 1/2 kg ചിക്കൻ വിങ്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ലോലിപോപ്പ് ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഞാനിത് 1/2 kg ചിക്കൻ വിങ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. ഞാനിതാ ഇതിന്ന് ഒരു ചിക്കൻ വിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അതങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് വേണം കേട്ടോ 2 പീസായിട്ട് കട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ 2 പീസാക്കി കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിതാ 2 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാനായി തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഞാനിതവിടെ ചിക്കൻ വിങ്സിൽ നിന്നും ഞാനിവിടെ 1/2 kg ചിക്കൻ വിങ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും നമുക്ക് 8 പീസാണ് കേട്ടോ ചിക്കൻ വിങ്സ് ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് 16 പീസസ് ചിക്കൻ ലോലിപോപ്പ് കിട്ടും കേട്ടോ. ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ ഒരു പീസ് ചിക്കൻ വിങ്സ് എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ വിങ്സിനെ നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്യാം. കട്ട് ചെയ്താൽ നമുക്ക് 2 പീസാക്കി കിട്ടും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് 8 പീസിൽ നിന്ന് 16 പീസ് കിട്ടുന്നത് കേട്ടോ. നമ്മളിത് അവിടെ സെൻറ്ററിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് 2 പീസ് ചെയ്ത് അതേപോലെ കിട്ടും കേട്ടോ. അതേപോലെ 2 പീസായി കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് നമുക്ക് ഈ ചെറിയ പീസ് എടുക്കാം. ഈ ചെറിയ പീസിൽ നിന്നും നമുക്ക് തൊട്ട് നോക്കിയാൽ നമുക്ക് 2 ബോൺ കിട്ടും കേട്ടോ. നമുക്ക് ഈ ചെറിയ പീസിൽ നിന്നും ഇതാ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതാ ഇവിടെ ഒരു ബോൺ ഉണ്ട്, ഇതാ ഇവിടെ ഒരു ബോൺ ഉണ്ട്. അങ്ങനെ 2 ബോൺ ഉണ്ട് കേട്ടോ. നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതാണ് കേട്ടോ വലിയ ബോണ്. തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് സൈസ് അറിയാനായി പറ്റും. ഇതാണ് കേട്ടോ ചെറിയ ബോണ്. നമുക്ക് ഇതിൽ നിന്നും ഈ ചെറിയ ബോണിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനത്തെ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഈ 2 ബോണ്ടിയും ഇടയിലേക്ക് കത്തി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ ഒരു ഹോൾ പോലെ ആയി കിട്ടും. ഇതാ കണ്ടില്ലേതാ നമ്മളിപ്പോൾ ഇങ്ങനെ ഹോൾ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്നും ഇതങ്ങനെ സെൻറ്ററിൽ കൂടി ഒന്നുകൂടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്താൽ ഇതാ ചെറിയ ബോൺ ഇതാ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചെറിയ ബോണിൻ്റെ മീറ്റുകളെല്ലാം താഴത്തേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ചെറിയ ബോണിലുള്ള മീറ്റുകളെല്ലാം താഴത്തേക്ക് ആയി കിട്ടും കേട്ടോ. അതാ നമ്മുടെ ചെറിയ ബോണിലുള്ള മീറ്റുകളെല്ലാം താഴത്തേക്ക് വന്നിട്ടുണ്ട്. കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കിട്ടും കേട്ടോ. അതേപോലെ ഇനി നമുക്കിതിൽ നിന്ന് നമുക്ക് ഈ ചെറിയ ബോൺ എടുത്ത് മാറ്റാം. ഇതാ ഇതേപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ ബോൺ ഇതാ വലിച്ചെടുത്താൽ വരാം. ഇതാ നമുക്ക് ചെറിയ ബോൺ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടാം. ഇത് നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇനി ഈ ബോണിൽ നിന്നും നമുക്ക് ഈ മീറ്റുകളെല്ലാം ഇവിടെ നിന്നും താഴത്തേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. കത്തി കൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്താൽ നമുക്ക് അപ്പോൾ മീറ്റുകളെല്ലാം താഴത്തേക്ക് വന്ന് കിട്ടും കേട്ടോ. ഇതാ ഞാൻ ചെയ്ത പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ റോൾ ചെയ്തെടുത്താൽ നമുക്ക് ലോലിപോപ്പിൻ്റെ ഷേപ്പിലായി കിട്ടും കേട്ടോ. നമ്മളിതാ ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ
വലിയ പീസിൽ നിന്നും എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ വലിയ പീസിൽ നിന്നും ഈ അറ്റത്ത് നിന്നും നമുക്ക് ഈ മീറ്റുകളെല്ലാം താഴത്തേക്ക് ആക്കി കൊടുക്കാം. കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്കത് താഴത്തേക്ക് വന്ന് കിട്ടും. മീറ്റുകളെല്ലാം താഴത്തേക്ക് വരും. അങ്ങനെ നമ്മളിതാ മീറ്റുകളെല്ലാം കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്താൽ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് താഴത്തേക്ക് ആക്കി കൊടുത്താൽ തന്നെ നമുക്ക് മീറ്റുകളെല്ലാം താഴത്തേക്ക് വന്ന് കിട്ടും. ഇനി അതിനുശേഷം നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് നമുക്കിതിനെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ കയ്യിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുത്താൽ നമ്മുടെ ലോലിപോപ്പിൻ്റെ ഷേപ്പിലേക്ക് ഇട്ട് കിട്ടും. നമുക്ക് ആ വലിയ പീസ് ഇതാ കണ്ടില്ലേ, അതാ ലോലിപോപ്പിൻ്റെ ഷേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്കിനി 3 പീസും കൂടെ ചെയ്യാനായി ഉണ്ട് കേട്ടോ. നമുക്കതും കൂടെ ചെയ്തെടുത്തിട്ട് വരാം. നമ്മളിതാ ലോലിപോപ്പിൻ്റെ ഷേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചിക്കൻ വിങ്സ്. നമുക്കിനി ബാക്കിയുള്ളതെല്ലാം അതേപോലെ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാനിതവിടെ ആ ചിക്കൻ വിങ്സ് എല്ലാം ഞാനിതവിടെ നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ലോലിപോപ്പിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ ഈ ഷേപ്പിൽ ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 500 ഗ്രാം അതായത് 1/2 kg ചിക്കൻ വിങ്സ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചിക്കൻ വിങ്സിൽ 8 പീസ് ഫുൾ പീസ് ഉണ്ടായിരുന്നു കേട്ടോ 1/2 kgക്ക്. അതിൽ നിന്ന് ഞാൻ ആ ഒരു പീസിനെ 2 പീസാക്കി കട്ട് ചെയ്തപ്പോൾ എനിക്കിവിടെ 16 പീസസ് ചിക്കൻ ലോലിപോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ 16 പീസസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പീസിനെ ഞാൻ 2ആക്കി എടുത്തപ്പോൾ അങ്ങനെ 8 പീസിൽ നിന്ന് 16 പീസസ് ചിക്കൻ ലോലിപോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിതവിടെ 1/2 kg ചിക്കൻ വിങ്സ് എടുത്തിട്ട് ലോലിപോപ്പ് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് 16 പീസസ് ലോലിപോപ്പ് ഉണ്ട് കേട്ടോ. 16 പീസ് ലോലിപോപ്പ് ഉണ്ട്.